ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത് എക്സസൈസ് 8.1 പ്രോബ്ലംസ് ആയിരുന്നു. അപ്പോൾ അതിനകത്തുള്ള മുഴുവൻ പ്രോബ്ലംസ് നമ്മൾ എന്ത് ചെയ്തു കഴിഞ്ഞു. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് അടുത്തൊരു സെഷനാണ്. അടുത്തൊരു സെഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രിഗണോമെട്രിക് റേഷ്യോസ് ആണ്. അത് കുറച്ച് സ്പെസിഫിക് ആംഗിൾസിൻ്റെ ട്രിഗണോമെട്രിക് റേഷ്യോസ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഇപ്പോൾ മെയിനായിട്ട് നമ്മളിവിടെ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമുണ്ട്. 2 ട്രയാങ്കിൾ നിങ്ങൾ എന്ത് ചെയ്യണം, മസ്റ്റായിട്ട് പഠിച്ചിരിക്കണം. ഫസ്റ്റത്തെ ട്രയാങ്കിളിൻ്റെ ആംഗിൾ വരുന്നത് ഒന്ന് 30, 60, 90യും അടുത്ത് വരുന്ന ട്രയാങ്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 45, 45, 90. ഇത്തരത്തിൽ ആംഗിൾ വരുന്ന 2 ട്രയാങ്കിൾസ് എപ്പോഴും നിങ്ങളുടെ മനസ്സിൽ ഓർമ്മ വരണം. അത് മാത്രം ഓർമ്മ വന്നിട്ട് കാര്യമില്ല, ഈ ട്രയാങ്കിളിൻ്റെ സൈഡ്സിൻ്റെ റേഷ്യോ കൂടെ നമ്മൾ എന്ത് ചെയ്യണം, അറിഞ്ഞിരിക്കണം. ഇവിടെ ശ്രദ്ധിച്ചോളൂ, ഇവിടെ 90ക്ക് ഓപ്പോസിറ്റ് വരുന്ന എപ്പോഴും എത്രയായിരിക്കും, 2 ആയിരിക്കും. 30ക്ക് ഓപ്പോസിറ്റ് വരുന്ന റേഷ്യോ എത്രയായിരിക്കും, 1 ആയിരിക്കും. 60ക്ക് ഓപ്പോസിറ്റ് എത്രയായിരിക്കും ഇവിടെ, √3. എപ്പോഴും ഓർമ്മ വേണം. 30ക്ക് ഓപ്പോസിറ്റ് 1 ആണ്, 90ക്ക് ഓപ്പോസിറ്റ് 2 ആണ്, 60ക്ക് ഓപ്പോസിറ്റ് വരുന്ന റേഷ്യോ എന്താണ്ട, √3 ആണ്. ഇത് എത്ര വലിയ ട്രയാങ്കിൾ എടുത്താലും, ഈ ആംഗിളിൽ എത്ര വലിയ ട്രയാങ്കിൾ എടുത്താലും നമ്മൾ എന്താണ് അതിൻ്റെ സൈഡ്സിനെ കട്ട് ചെയ്ത് വരുമ്പോൾ അതിൽ ഫൈനൽ കിട്ടുന്ന റേഷ്യോ എന്തായിരിക്കും, ഈ 1ഉം 2ഉം √3 ഒക്കെ ആയിരിക്കും. സിമിലർലി 45, 45, 90 ട്രയാങ്കിൾ അതുപോലെ തന്നെയാണ്. 45ന് ഓപ്പോസിറ്റ് വരുന്ന ആംഗിൾ എപ്പോഴും എത്രയായിരിക്കും, 45ന് ഓപ്പോസിറ്റ് വരുന്ന സൈഡ് എത്രയായിരിക്കും, 1 ആയിരിക്കും. 90ക്ക് ഓപ്പോസിറ്റ് എത്രയായിരിക്കും ഇവിടെ, √2 ആയിരിക്കും. 90ക്ക് ഓപ്പോസിറ്റ് എത്രയായിരിക്കും, √2 ആയിരിക്കും. അപ്പോൾ ഞാൻ അത് ഒന്നുകൂടെ നിങ്ങൾക്ക് പറഞ്ഞു തരാം. നമുക്ക് 2 ട്രയാങ്കിൾ ഉണ്ടെന്ന് പറഞ്ഞു. ഫസ്റ്റ് ട്രയാങ്കിളിൻ്റെ ആംഗിൾ എത്രയാണ്, 30, 90, 60 ആണ്. ഇവിടെ 30ക്ക് ഓപ്പോസിറ്റ് വരുന്ന ഈ ഒരു സൈഡ് എത്രയായിരിക്കും, 1 ആയിരിക്കും. 90ക്ക് ഓപ്പോസിറ്റ് സൈഡ് എത്രയായിരിക്കും, 2 ആയിരിക്കും. 60ക്ക് ഓപ്പോസിറ്റ് എത്രയായിരിക്കും, √3 ആയിരിക്കും. അടുത്ത് നമുക്ക് വരുന്ന ട്രയാങ്കിൾ എന്താണ്, 45, 45, 90 ആണ്. അതിൽ 45ന് ഓപ്പോസിറ്റ് വരുന്ന സൈഡ് എപ്പോഴും എത്രയായിരിക്കും, 1 ആയിരിക്കും. 90ക്ക് ഓപ്പോസിറ്റ് എത്രയായിരിക്കും, √2 ആയിരിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യണം, ഓർത്ത് വെച്ചിരിക്കണം. ഇത്രയും അറിയാമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താണ് 30, 60, 45 ഈ ആംഗിളിൻ്റെ എല്ലാം ട്രിഗണോമെട്രിക് റേഷ്യോസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കണ്ടുപിടിക്കാൻ പറ്റും. അവിടെ ഫസ്റ്റ് നോക്കി സൈൻ 30. സൈൻ 30 എന്തായിരിക്കും, 30യുടെ ഓപ്പോസിറ്റ് വരുന്ന സൈഡ് എത്രയാണ്, 1 അല്ലേ. അപ്പോൾ 1 ഹൈപ്പോട്ടനസ് ആരാണ്ട, 2 അല്ലേ. അപ്പോൾ 1/2 ആണ്. ഇനി കോസ് 30 എന്താണ്, കോസ് 30, 30യുടെ അഡ്ജസ്റ്റൻ്റ് അടുത്ത് കിടക്കുന്ന സൈഡ് ഏതാണ്ട് √3 അല്ലേ. അപ്പോൾ √3 ഹൈപ്പോട്ടനസ് ഇവിടെ ആരാണ്, 2, √3/2. നെക്സ്റ്റ് വൺ ടാൻ 30. 30യുടെ ഓപ്പോസിറ്റ് വരുന്ന സൈഡ് ഏതാണ്ട, ഇതാണല്ലേ, ഇത് എത്രയാണ്, 1 ഇനി അഡ്ജസ്റ്റൻ്റ് സൈഡ് ഏതാണ്, √3 ആണ്. അപ്പോൾ 1/√3. അപ്പോൾ 30യുടെ എന്താണ്, സൈൻ കോസ് ടാൻ കിട്ടിക്കഴിഞ്ഞു. ഇതിൻ്റെ എല്ലാം റെസിപ്രോക്കൽ ആയിരിക്കും എന്ത്, കൊസീക്ക്, സീക്ക്, കോട്ട്. നമ്മൾ ഓൾറെഡി കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ കാര്യമാണ്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, 60യിലേക്ക് വരാം. അപ്പോൾ ഇവിടെ സൈൻ 60 എന്തായിരിക്കും, സൈൻ 60. അപ്പോൾ ഇതെടുക്കുക, 60 ഇതല്ലേ, 60ക്ക് ഓപ്പോസിറ്റ് വരുന്ന ആരാണ്, √3 ആണ്. അപ്പോൾ √3 ഹൈപ്പോട്ടനസ് ആരാണ്ട, 2 ആണ് അല്ലേ. അപ്പോൾ √3/2. അതുപോലെ കോസ് 60 എത്രയാണ്, കോസ് 60 അഡ്ജസൻ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടനസ്, അപ്പോൾ 1/2. അതുപോലെ ടാൻ 60 ഒരു എത്രയാണ്ട, ഓപ്പോസിറ്റ് ബൈ അഡ്ജസൻ്റ്. 60യുടെ ഓപ്പോസിറ്റ് അങ്ങനെ ആരാണ്, √3 ആണ്. അഡ്ജസൻ്റ് 1 ആണ്. അപ്പോൾ ആൻസർ √3 എന്ന് കിട്ടും. അപ്പോൾ ഇതിൻ്റെ റെസിപ്രോക്കൽ എടുക്കാൻ നമുക്ക് ആരെ കിട്ടും, കൊസീക്ക് 60 കിട്ടും, സീക്ക് 60 കിട്ടും, കോട്ട് 60 കിട്ടും. അപ്പോൾ ഇത് ഇത്രയും കഴിഞ്ഞു. നമുക്ക് ഈ ട്രയാങ്കിളിൽ നിന്ന് കിട്ടുന്ന മാക്സിമം റേഷ്യോസ് ഇത്രയാണ്. ഇനി നമ്മൾ അടുത്ത പോകുന്ന ട്രയാങ്കിൾ ഏതാണ്ട, 45, 45, 90 ട്രയാങ്കിളാണ്. അതിൽ നമുക്ക് ഇഷ്ടമുള്ള 45 നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. ആ 2 45 ഉണ്ട്. ഞാൻ ഇപ്പോൾ തൽക്കാലം ഈ ഒരു 45 എന്ത് ചെയ്യാണ്, സെലക്ട് ചെയ്യുകയാണേ. അവിടെ എന്താണ്, സൈൻ 45 ഇഷ്ടമുള്ള 45 ഏത് 45 എടുത്താലും നമുക്ക് സെയിം ആൻസറേ കിട്ടത്തുള്ളൂ. അപ്പോൾ 45ന് ഓപ്പോസിറ്റ് സൈഡ് ഏതാണ്ട, 1 അല്ലേ. അപ്പോൾ 1 ഹൈപ്പോട്ടനസ് ആരാണ്, √2. അപ്പോൾ സൈൻ 45 = 1/√2. ഇനി കോസ് 45ൻ്റെ വാല്യൂ എത്രയാണ്, 45ൻ്റെ അഡ്ജസ്റ്റൻ്റ് എടുക്കുന്ന സൈഡ് ആരാണ്, 1 അല്ലേടാ. അപ്പോൾ 1 ഹൈപ്പോട്ടനസ് എത്രയാണ്, √2, 1/√2. നെക്സ്റ്റ് വൺ
ടാൻ 45. ടാൻ 45ൻ്റെ വാല്യൂ എത്രയാണ്ടാ? 45ൻ്റെ ഓപ്പോസിറ്റ് 1. അഡ്ജസൻറ്റ് 1. 1/1 ആൻസർ എന്താണ്ടാ? 1 എന്നുള്ള ആൻസർ കിട്ടും. ഓക്കെ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ട്രിഗണോമെട്രിക് റേഷ്യോസ് എന്ന് പറയുന്നത്. ഇനി ചിലവർക്ക് എന്താണ് ഇത് ഇങ്ങനെ പഠിക്കാൻ പാടായിട്ടുണ്ടെങ്കിൽ അത് ഈ 2 ഫിഗർ മാത്രം നിങ്ങൾ മനസ്സിൽ ഒന്ന് ഓർത്ത് വെച്ചിരുന്നാൽ മതി. ബാക്കി നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി കിട്ടിക്കോളും. ഇനി ഇതൊന്ന് കിട്ടാൻ പാടായിട്ടുള്ളവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? ടേബിൾ വെച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ചെയ്യാനായിട്ട് പറ്റും. അതെങ്ങനെയാണ് നമുക്ക് നോക്കാം. ഈ ട്രിഗണോമെട്രിക് റേഷ്യോസ് ഫുള്ളും മറന്നു പോകുന്ന ഒരാളാണ് സാറേ ഞാൻ എന്ന് ഭയങ്കര ഒരു വിഷമം നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഈ ടേബിൾ വരച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇത് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. അത് ഒരു മെത്തേഡുണ്ട്. ആ മെത്തേഡ് ഞാൻ എന്ത് ചെയ്യാം? ആദ്യം ഒന്ന് പറഞ്ഞുതരാം. ആദ്യം ഞാൻ ഈ കാണുന്ന രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യുക? പെട്ടെന്ന് എന്താണ് റഫായിട്ട് എന്ത് ചെയ്യുക? ടേബിൾ എന്ത് ചെയ്യുക? വരയ്ക്കുക. ഇവിടെ നമ്മൾ ആദ്യം എഴുതുന്ന ആംഗിൾ 0 ഡിഗ്രി, 30 ഡിഗ്രി, 45 ഡിഗ്രി, 60 ഡിഗ്രി, 90 ഡിഗ്രി. താഴേക്ക് എന്താണ്? സൈൻ എ, കോസ് എ, ടാൻ എ. നമുക്ക് സൈനും കോസും ടാനും കിട്ടിക്കഴിഞ്ഞാൽ കൊസീക്കും സീക്കും കോട്ടും എല്ലാം കണ്ടുപിടിക്കാൻ പറ്റും വളരെ ഈസി ആയിട്ട്. ബേസിക്കായിട്ട് നമുക്ക് അറിഞ്ഞിരിക്കേണ്ട 3 കാര്യങ്ങൾ സൈന്, കോസ്, ടാൻ ആണ്. അപ്പോൾ 0 മുതൽ 9 ഡിഗ്രി വരെ നിങ്ങൾ എന്ത് ചെയ്യുക? ആദ്യം ഞാൻ പറഞ്ഞതിൽ 1 എഴുതുക. ആദ്യം 1, 2, 3, 4, 5 ഇത്ര എഴുതുക. 1 മുതൽ 5 വരെ എഴുതുക. എടാ സോറി, 1 മുതൽ 5 വരെ അല്ല, 0 മുതൽ 4 വരെയാണ്. 0, 1, 2, 3, 4. ഇനി നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഈ ഒരു എഴുതിയ 0 മുതൽ 4 വരെ എഴുതിയ എല്ലാ നമ്പേഴ്സിനെയും നിങ്ങൾ എന്ത് ചെയ്യണം? 4 കൊണ്ട് എന്ത് ചെയ്യുക? ഡിവൈഡ്. 0/4, 1/4, 2/4, 3/4, 4/4. ഇനി എല്ലാത്തിനും നിങ്ങൾ എന്തെടുക്കുക? റൂട്ട് എടുക്കുക. റൂട്ട് 1/4, റൂട്ട് 2/4, റൂട്ട് 3/4, റൂട്ട് 4/4. നോക്കിയോ, വളരെയധികം ഈസിയാണ്. 0 എനി നമ്പർ ആൻസർ എന്താണ്ട? 0. റൂട്ട് 0യുടെ വാല്യൂ എത്രയാണ്? 0. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്താണ്ട? 0. സൈൻ 0 എന്താണ്ട? 0 ആണ്. നെക്സ്റ്റ് നമുക്ക് അടുത്ത കാര്യം റൂട്ട് 1/4 അല്ലേ? അപ്പോൾ റൂട്ട് 1/√4. റൂട്ട് 1ൻ്റെ വില എത്രയാണ്? 1. റൂട്ട് 4ൻ്റെ വില എത്രയാണ്? 2 അല്ലേ? അപ്പോൾ 1/2. അപ്പോൾ സൈൻ 30യുടെ വില എത്രയാണ്? നിങ്ങൾ നോക്കിയേ. സൈൻ 30 = 1/2 അല്ലേ? സോ ആൻസർ എന്താണ്ട? 1/2. ഇനി 45 ഡിഗ്രി. അവിടെ നമുക്ക് അത് ക്യാൻസൽ ചെയ്യുമ്പോൾ റൂട്ട് 2/4. 2ഉം 4 ക്യാൻസൽ ചെയ്യുമ്പോൾ നമുക്ക് 1ഉം 2ഉം കിട്ടും. ഈ റൂട്ട് സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ റൂട്ട് 1/√2. റൂട്ട് 1ൻ്റെ വില എത്രയാടാ? 1/√2. സോ ആൻസർ എന്താണത്? 1/√2. ഇനി നമുക്ക് 60ലേക്ക് പോവാം. ഇവിടെ നിന്ന് റൂട്ട് 3/, അല്ലേ? റൂട്ട് 3/, റൂട്ട് ഓഫ് 3/4. ഇതിനെ സ്പ്ലിറ്റ് ചെയ്യാം. റൂട്ട് 3/√4 എന്ത് കിട്ടും? റൂട്ട് 3/√4ൻ്റെ വില എത്രയാടാ? 2. ആൻസർ നമുക്ക് എന്ത് കിട്ടും? റൂട്ട് 3/2. നോക്കിക്കേ, സൈൻ 60 വില എത്രയാണ്? റൂട്ട് 3/2 അല്ലേ? ഇനി സൈൻ 90ലേക്ക് വരാം. 4/4 എത്രയാണ്ടാ? 1 ആണല്ലേ? റൂട്ട് 1ൻ്റെ വാല്യൂ എത്രയാണ്? 1. സൈൻ 90യുടെ വാല്യൂ 1. ഇനി കോസയുടെ വാല്യൂ ചോദിച്ചു കഴിഞ്ഞാൽ ഇതിനെല്ലാം നിങ്ങൾ എന്ത് ചെയ്താൽ മതി? ഒന്ന് തലയിൽ എഴുതിയാൽ മതി. അതായത് ഈ ലാസ്റ്റ് വന്നേക്കുന്ന 1 ഉണ്ടല്ലോ, ഈ ലാസ്റ്റ് എഴുതിയിരിക്കുന്ന 1നെ എന്ത് ചെയ്യുക? ഫസ്റ്റ് കൊണ്ട് എഴുതുക. 60യുടെ വാല്യൂ ആയിട്ട് കിടക്കുന്ന റൂട്ട് 3/2 ഉണ്ടല്ലോ, അതിന് രണ്ടാമത് എഴുതുക. റൂട്ട് 3/2. 45 ഡിഗ്രിയുടെ എന്തിനാ അതുപോലെ താഴെ തന്നെ വരും. ഇവിടുത്തെ 1/2 എവിടെ വരും? 60യുടെ താഴെ വരും. ആദ്യം കിടക്കുന്ന 0 എന്താണ്? അവസാനമായിട്ട് വരും. ഓക്കെ, ഇത്രയേ ഉള്ളൂ കോസയുടെ വാല്യൂ. 1 റൂട്ട് 3/2, 1/√2, 1/2, 0. ഇനി ടാൻ എ കണ്ടുപിടിക്കാണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാം. ടാൻ എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുവരെ ഞാൻ പഠിപ്പിച്ചിട്ടില്ല. ടാൻ എ എന്ന് പറഞ്ഞാൽ എന്താണ്? ടാൻ എ എന്ന് പറഞ്ഞാൽ എന്താണ്? സൈൻ ബൈ കോസ് ആണ് അല്ലേ? സൈൻ എ ബൈ കോസ് എ. അപ്പോൾ 0/1. അപ്പോൾ 0 എനി നമ്പർ ഫസ്റ്റത്തെ അല്ലേ? ടാൻ എ 0/1 എന്ന് പറയുന്ന ആൻസർ എന്താണ്ടാ? 0 ആണ്. അടുത്ത എന്താണ്? ടാൻ 30 എന്തായിരിക്കും? ടാൻ 30 ഈ 1/2നെ എന്ത് ചെയ്യണം? 1/2നെ റൂട്ട് 3/2 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ ബൈ 2 ക്യാൻസലായി പോവും. ബാക്കി നമുക്ക് എന്ത് കിട്ടും? 1/√3 എന്ന് കിട്ടും. 1/√3. നെക്സ്റ്റ് വൺ അടുത്ത് നോക്കിയേ. ലാസ്റ്റ് നോക്കിയേ. ലാസ്റ്റ് അല്ല, 45ൻ്റെ നോക്കിയേ. അവിടെ എന്താണ് ആൻസർ? 1/√2 റൂട്ട് 2 ക്യാൻസൽ. 1/1 എന്താണ് ആൻസർ? 1.
എക്സാമിനൊക്കെ ആദ്യമേ നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്നല്ലെങ്കിൽ മറ്റേത് പഠിക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഈ രീതിയിൽ എന്ത് ചെയ്യുക, ടേബിൾ ഒന്ന് ആദ്യം ഒന്നങ്ങ് എഴുതിയിടുക. അപ്പോൾ പിന്നെ ആ സംഭവം നമുക്ക് ചെയ്യാനായിട്ട് വളരെ പാടൊന്നുമില്ല. അടുത്തത് 60 നോക്കി, √3/2/1/2. ഇവിടെയും /2 ക്യാൻസൽ ചെയ്യാം, ബാക്കി നമുക്ക് √3/1 എന്ന് കിട്ടും. അതായത് ആൻസർ എന്താണ്? √3 ആണ്. ഇവിടെ ആണെങ്കിൽ എന്താണ് ശ്രദ്ധിക്കുക, 1/0. എനി നമ്പർ ബൈ 0 ആൻസർ എന്താണ്? നോട്ട് ഡിഫൈൻഡ്. സോ ഇവിടുത്തെ ആൻസർ എന്താണ്? നോട്ട് ഡിഫൈൻഡ് ആണ്. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ എന്താണ് ട്രിഗണോമെട്രിക് റേഷ്യോസ്. ഓക്കെ, 0 ഡിഗ്രിയുടെയും 30 ഡിഗ്രിയും 45 ഡിഗ്രി 60 90 ഇതിൻ്റെ എല്ലാ വാല്യൂസ് നിങ്ങൾ എന്ത് ചെയ്യണം? അറിഞ്ഞിരിക്കണം. ഓക്കെ, നമുക്കിതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കുറച്ച് പ്രോബ്ലംസ് ചെയ്യാം. അപ്പോൾ ടെസ്റ്റിൽ നമുക്ക് എന്താണ് എക്സാമ്പിൾ 6 ഉണ്ട്, അത് നമുക്ക് എന്ത് ചെയ്യാം? സ്റ്റാർട്ട് ചെയ്യാം. എക്സാമ്പിൾ 6 നോക്കിക്കേ, ഈ ടേബിളൊക്കെ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിനകത്തുണ്ട്, ഫുൾ നിങ്ങൾ നോക്കണം കേട്ടോ. അടുത്ത 6ാമത്തെ ദിവസം നോക്കി, ഇൻ ട്രയാങ്കിൾ ABC, ഇത് അവിടെ ട്രയാങ്കിൾ ABC ഉണ്ട്. റൈറ്റ് ആംഗിൾ അറ്റ് ബി എവിടെ ഉണ്ടാ? ആംഗിൾ ബി, ഇതാണ് എന്താണ് റൈറ്റ് ആംഗിൾ ആണത്. AB = ABയുടെ ലെങ്ത് എന്താണ്? 5 ആണ്. ആംഗിൾ ACB എത്രയാണ്ടാ? 30 ഡിഗ്രി ആണ് അല്ലേ, ഫിഗർ നിങ്ങൾ കാണുന്നുണ്ട്. ഡിറ്റർമൈൻ ദി ലെങ്ത് ഓഫ് ദി സൈഡ് BC ആൻഡ് AC. നമുക്ക് BCയുടെയും ഈ ഒരു സൈഡിൻ്റെയും പിന്നെ ACയുടെ എന്ത് വേണം? ലെങ്ത് വേണം അല്ലേ. അപ്പോൾ വളരെ ഈസിയാണ്, നമുക്ക് ഇഷ്ടമുള്ള ഇവിടെ യൂസ് ചെയ്യാം. നമുക്ക് വേണമെങ്കിൽ സൈൻ ഉപയോഗിക്കാം, അല്ലെങ്കിൽ എന്ത് ചെയ്യാം, കോസ് ഉപയോഗിക്കാം, ടാൻ ഉപയോഗിക്കാം. ഇനി ഇവിടെ ഫസ്റ്റ് എന്ത് ചെയ്യാണ്, നമുക്ക് BC ആദ്യം കണ്ടുപിടിക്കാം. BC കണ്ടുപിടിക്കാനായിട്ട് ഞാൻ ഇവിടെ ആദ്യം ഓപ്പോസിറ്റ് 30യുടെ ഓപ്പോസിറ്റ് സൈഡ് അറിയാം. അങ്ങനെയെങ്കിൽ BC കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് ഏത് ഉപയോഗിക്കാം? ടാൻ ഉപയോഗിച്ചാൽ മതി. ടാൻ 30 എന്ന് പറഞ്ഞാൽ ഇവിടെ എന്താണ്? ടാൻ 30യുടെ ഓപ്പോസിറ്റ് ആരാണ്ടാ? AB ബൈ അഡ്ജസൻറ്റ് സൈഡ് ആരാണ്? BC. ഈ ടാൻ 30യുടെ വാല്യൂ നിങ്ങൾ ടേബിൾ നോക്കുക. ടാൻ 30യുടെ വാല്യൂ എത്രയാണ്? ടാൻ 30 1/√3 ആണ്. അപ്പോൾ 1/√3 = AB. ABയുടെ വാല്യൂ നമുക്കറിയാം എത്രയാണ്? 5/BC നമുക്കറിയില്ല. നമ്മുടെ ക്രോസ് ആയിട്ട് എന്ത് ചെയ്യാം? ഇൻഡ് ചെയ്യാം. ഇതിനെതിരെ പരസ്പരം ഇൻഡ് ചെയ്യാൻ പറ്റുമോ? BC × 1 എന്ന് പറഞ്ഞ ആൻസർ എന്താണ്ടാ? BC ആണ്. 5 × √3 എന്താണ്? 5√3. നമുക്ക് BCയുടെ വാല്യൂ എന്ത് കിട്ടി? BC = 5√3 എന്ന് കിട്ടി. 5√3. ഇനി നമുക്ക് വേണ്ടത് AC ആണ്. നമുക്ക് ഇഷ്ടമുള്ളത് ഉപയോഗിക്കാം കേട്ടോ. ഒന്നല്ലെങ്കിൽ സൈൻ ഉപയോഗിക്കാം, കോസ് ഉപയോഗിക്കാം, ഇഷ്ടമുള്ളത് ഉപയോഗിക്കാം. ഞാൻ വീണ്ടും ഇവിടെ യൂസ് ചെയ്യാൻ പോകുന്നത് sin 30 ആണ്. അപ്പോൾ sin 30യുടെ ആൻസർ എന്താണ്? sin 30 എന്ന് പറയുന്നത് എന്താണ്? ഓപ്പോസിറ്റ് ആരാണ്? 30യുടെ ഓപ്പോസിറ്റ് ആരാണ്? AB ബൈ ഹൈപ്പോണസ് എന്ന് പറഞ്ഞാൽ ആരാണ്? AC അല്ലേ. അപ്പോൾ ഇവിടെ sin 30യുടെ വാല്യൂ നമുക്ക് അറിയാമോ? നമുക്ക് ടേബിളിലേക്ക് നോക്കാം. ഇവിടെ sin 30യുടെ വാല്യൂ എത്രയാണ്? 1/2. അപ്പോൾ 1/2 = ABയുടെ വാല്യൂ എത്രയാണ്? 5 ആണ്. ACയുടെ വാല്യൂ നമുക്ക് എന്ത് ചെയ്യില്ല? അറിയില്ല. ഇവിടെ എന്ത് ചെയ്യുക, നിങ്ങൾ ക്രോസ് ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യുക? ഇൻറ്റു ചെയ്യുക. അപ്പോൾ ക്രോസ് ആയിട്ട് 1 × S എന്ന് പറയുമ്പോൾ എന്താണ്? AC = 2 × 5 എത്രയാണ്ടാ? 10 ആണ് ആൻസർ. ഓക്കെ, അപ്പോൾ ACയുടെ വാല്യൂ നമുക്ക് എത്ര കിട്ടി? ACയുടെ വാല്യൂ 10 എന്നുള്ള ആൻസർ കിട്ടി. ഓക്കെ, ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കി, ഇൻ ട്രയാങ്കിൾ PQR റൈറ്റ് ആംഗിൾ അറ്റ് Q. ഇത് അവിടെ ഫിഗർ ഉണ്ട്. എന്താണ്? ആംഗിൾ Q എന്ന് പറഞ്ഞാൽ റൈറ്റ് ആംഗിൾ ആണ്. PQൻ്റെ വാല്യൂ എന്താണ്? 3 ആണ്. അതുപോലെ എന്താണ്? PRൻ്റെ വാല്യൂ എന്താണ്? 6 ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഡിറ്റർമൈൻ ആംഗിൾ QPR എന്ന് പറയുമ്പോൾ ആര് തന്നെയാണ്? ആംഗിൾ P ആണ്. സിമ്പിളായിട്ട് പറഞ്ഞാൽ അതാണ് ആംഗിൾ P. അതുപോലെ PRQ എന്ന് പറഞ്ഞാൽ സിമ്പിളായിട്ട് പറഞ്ഞത് ആരാണ്? ആംഗിൾ R ആണ്. നമുക്ക് ആംഗിൾ Pയും ആംഗിൾ Rഉം എന്ത് ചെയ്യണം? കണ്ടുപിടിക്കണം. വളരെയധികം ഈസിയാണ്. ഇവിടെ എന്ത് കണ്ടുപിടിക്കുക? നമുക്ക് P എടുക്കാം. P എടുക്കണമെന്നുണ്ടെങ്കിൽ ഓപ്പോസിറ്റ് സൈഡ് നമുക്ക് ഇവിടെ അറിയാമോ? നമുക്ക് ഓപ്പോസിറ്റ് സൈഡ് എന്ത് ചെയ്യില്ല? അറിയില്ല. പക്ഷെ നമുക്ക് അറിയാമെന്നുള്ള എന്താണ്? Pയുടെ അഡ്ജസൻ്റ് അറിയാം. അഡ്ജസൻ്റ് ആരാണ്? 3യും ഹൈപ്പോണസ് എന്താണ്? 6 എന്ന് പറയാം. ഈ രണ്ട് കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാം? നല്ല വ്യക്തമായിട്ട് അറിയാം അല്ലേ. അപ്പോൾ നമുക്കിവിടെ cos P എടുക്കാം. cos P എന്നെടുത്ത് കഴിഞ്ഞാൽ Pയുടെ അഡ്ജസൻ്റ് ആരാണ്ടാ? 3യും അതുപോലെ ഹൈപ്പോണസ് ആരാണ്? 6ഉം ആണ്. അപ്പോൾ cos P = ഇതിനെ നമുക്ക് ക്യാൻസൽ ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 1/2 എന്ന് കിട്ടും. cos P = 1/2. നിങ്ങൾ നോക്കിയേ, കോസിൻ്റെ ഏത് വാല്യൂലാണ് 1/2? നിങ്ങൾ നോക്കിയാൽ കോസിൻ്റെ ഏത് വാല്യൂ ആണ് 1/2? ഇവിടെ ഒരു 1/2 വരുന്നുണ്ട്. എപ്പോഴാണ്? കോസ് ആംഗിൾ എത്ര വരുമ്പോഴാണ്? 60 വരുമ്പോഴല്ലേ. കോസ് 60യുടെ വാല്യൂ അല്ലേ 1/2 എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ആംഗിൾ P എന്ന് പറയുന്നത് എത്രയായിരിക്കും? 60 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ ഇത് എത്രയായിരിക്കും? ഈ ആംഗിൾ എത്രയായിരിക്കും? ഇവിടെ 60 ഡിഗ്രി ആയിരിക്കും. എത്രയായിരിക്കും? 60 ഡിഗ്രി. ഇനി വീണ്ടും ആംഗിൾ R നിങ്ങൾ വേണമെങ്കിൽ പല രീതിയിൽ ചെയ്യാം. ഇവിടെ നമുക്ക് എന്താണ്? ഇത് 90 ആണല്ലേ. ഈ ട്രയാങ്കിളിൻ്റെ ആംഗിളിൻ്റെ സം എത്രയാണ്? 180 അല്ലേ.
അപ്പോൾ ഇത് 90 ആണ്. അപ്പോൾ ഈ ആംഗിൾ പിയുടെയും ആംഗിൾ ആറിൻ്റെയും സമ്മ് എത്രയായിരിക്കും? 90 ആയിരിക്കും. സ്വാഭാവികമായിട്ട് എത്ര വന്നാലേ പറ്റുള്ളൂ? 30 വന്നാലേ പറ്റുള്ളൂ അല്ലേ? അപ്പോൾ 60 + 30 90. 90 + 90 എന്താണ്? 180. അങ്ങനെയല്ലേ വരേണ്ടത്? അപ്പോൾ നമുക്ക് തൽക്കാലം എന്താണ്, ഞാൻ അത് യൂസ് ചെയ്യുന്നില്ല. ആ ഒരു മെത്തേഡൊന്നും ഞാൻ യൂസ് ചെയ്യുന്നില്ല. പകരം നമ്മൾ നോർമലായിട്ടുള്ള മെത്തേഡ് തന്നെ ചെയ്യണം. കാരണം നമ്മളത് ചെയ്ത് പ്രാക്ടീസ് ആവണം. അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാൻ അടുത്ത് ചെയ്യാൻ പോകുന്നത് ആംഗിൾ 6 എടുക്കാം. 6 എടുക്കുമ്പോൾ നമുക്ക് ആരൊക്കെ അറിയാവുള്ളൂ? ഓപ്പോസിറ്റും അറിയാം, ഹൈപ്പോണൂസും അറിയാം. അപ്പോൾ നമുക്കവിടെ ഏറ്റവും എളുപ്പം ആരാണ്? സൈൻ 6 എടുക്കുക. സൈൻ 6 എന്ന് പറയുന്നത് എന്താണ്? ഓപ്പോസിറ്റ് ആരാണ്? 3യും ഹൈപ്പോണൂസ് ആരാണ്ടാ? 6ഉം ആണ്. അപ്പോൾ സൈൻ 6 = എന്താണ്? അവിടെ എന്താണ്? 3യും 6ഉം കൂടെ ക്യാൻസലായി പോയി കഴിഞ്ഞാൽ നമുക്ക് 1/2 എന്ന് കിട്ടും. എപ്പോഴാണ് സൈൻ്റെ വാല്യൂ 1/2 ആകുക? നമുക്ക് നോക്കാം. സൈൻ്റെ വാല്യൂ 1/2 ആകുന്നത് എപ്പോഴാണ്ടാ? 13 അല്ലേ? അപ്പോൾ സൈൻ 30 ആണ് ആര്? 1/2. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? ആറിൻ്റെ വാല്യൂ എത്രയാണ്? ആംഗിൾ 6 എത്രയാണ്? 30 ഡിഗ്രിയാണ്. അപ്പോൾ ഈ ആംഗിൾ എത്രയാണ്ടാ? 30 ഡിഗ്രി. ഓക്കെ, എളുപ്പമല്ലേ ഈ ഒരു ആൻസർ? ഇവിടെ അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കി. ഇഫ് സൈൻ a - b = 1/2, കോസ് a + b = 1/2. ഇനി a + bയുടെ വാല്യൂ എന്താണ്? 0ക്കും 90ക്കും ഇടയിലാണ് എന്ന് പറയുമ്പോൾ അതൊരു അക്യൂട്ട് ആംഗിൾ ആണെന്നാണ് പറയുന്നത്. അല്ലെങ്കിൽ റൈറ്റ് ആംഗിളും ആവാം. a > b. a ആണ് എന്താണ്? ബിയേക്കാൾ വലുത് അല്ലേ? ഗ്രേറ്റർ ആയിട്ടുള്ള വാല്യൂ. ഫൈൻഡ് a ആൻഡ് b. നമുക്ക് എയുടെയും ബിയുടെയും എന്ത് വേണം? വാല്യൂ വേണം. എയുടെയും ബിയുടെയും വാല്യൂ വേണം. അപ്പോൾ നമുക്ക് ഒന്നാമത്തെ ഇതെടുക്കാം. ഒന്നാമത്തെ ഇവിടെ നമുക്ക് ആ ഒരു ഹിൻഡ് പറയുന്നത് സൈൻ a - b = എന്താണ്ടാ? 1/2. എപ്പോഴാണ് സൈൻ്റെ വാല്യൂ 1/2 ആവുന്നത്? നമ്മൾ ആ ഒരു ടേബിൾ നിങ്ങൾ എടുത്ത് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. സൈൻ്റെ ഏത് വാല്യൂ എടുക്കുമ്പോഴാണ് നമുക്ക് 1/2 വരുന്നത്? 30 ആണല്ലേ? സൈൻ 30. സൈൻ 30 ആണ് എന്ത്? 1/2. അപ്പോൾ ചുരുക്കം പറഞ്ഞാൽ a - bക്ക് ഇക്വലൻ്റ് ആയിട്ട് വരുന്ന വാല്യൂ ഇവിടെ ആരാണ്? a - b = എന്താണ്? a - bക്ക് ഇക്വലൻ്റ് ആയിട്ട് വരുന്നത് ആരാണ് അവിടെ? 30 ആണ്. എത്രയാണ്? 30. ഇക്വേഷൻ നമ്പർ 1. ഓക്കെ, അതായത് ഈ ഒരു a - bയും ഈ 30 എന്താണ്? ഈക്വൽ ആണ്. കാരണം സൈൻ 30യുടെ വാല്യൂ ആണ് എന്താണ്? 1/2. അങ്ങനെയാണെങ്കിൽ a - bക്ക് ഇക്വലൻ്റ് ആയിട്ട് വരുന്ന വാല്യൂ ഇവിടെ ആരാണ്? 30 ആണ്. അപ്പോൾ a - b 30 എന്ന് കിട്ടി. ഇനി നമുക്ക് അടുത്തതിലേക്ക് പോകാം. എന്താണ്? കോസ് a + b എന്താണ്? കോസ് a + b = 1/2. എപ്പോഴാണ് കോസിൻ്റെ വാല്യൂ എന്താണ്? 1/2. കോസിൻ്റെ വാല്യൂ എപ്പോഴാണ് 1/2 ആകുന്നത്? 60 ആണല്ലേ? അപ്പോൾ കോസ് 60 ആണ് 1/2. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? a + bയുടെ വാല്യൂ, a + bക്ക് ഇക്വലൻ്റ് ആയിട്ട് വരുന്ന വാല്യൂ എത്രയാണ്? 60 ആണ്. ഇക്വേഷൻ നമ്പർ 2. ഇക്വേഷൻ നമ്പർ എത്രയാണ്ടാ? 2. ഒന്നുകൂടെ പറയാം. സൈൻ a - b എന്ന് പറഞ്ഞാൽ 1/2 ആണ്. എപ്പോഴാണ് സൈൻ്റെ വാല്യൂ 1/2 കിട്ടുക? എന്താണ്? സൈൻ 30യുടെ വാല്യൂ ആണ് 1/2. അപ്പോൾ a - b എന്തിന് ഇക്വലൻ്റ് ആയാലേ പറ്റുള്ളൂ? 30ക്ക് ഇക്വലൻ്റ് ആയാലേ പറ്റുള്ളൂ. അപ്പോൾ a - b = 30. അടുത്തത് കോസ് a + b = 1/2. അതിൻ്റെ അർത്ഥം എന്താണ്? a + bയുടെ വാല്യൂ എന്തായിരിക്കും? ഇവിടെ 60 ആയിരിക്കും. കാരണം കോസ് 60യുടെ വാല്യൂ ആണ് 1/2. അപ്പോൾ a + b എന്തിന് ഇക്വലൻ്റ് ആയിരിക്കും? 60ക്ക് ഇക്വലൻ്റ് ആയിരിക്കും. നമുക്ക് ഇക്വേഷൻ നമ്പർ 1ഉം 2ഉം കൂടെ അങ്ങ് എന്ത് ചെയ്യാം? ആഡ് ചെയ്യാം. 1ഉം 2ഉം കൂടെ ആഡ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? ഒന്നാമത്തെ ഇക്വേഷൻ ആരാണ്? a - b = 30 പ്ലസ് രണ്ടാമത്തെ ഇക്വേഷൻ ആരാണ്? a + b = 60. രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ a + a എന്താണ്ടാ? 2aയും -bയും +bയും കൂടെ അവിടെ എന്തായി പോവും? കട്ടായി പോവും, ക്യാൻസലായി പോവും. = 30 + 60 എത്രയാണ്ടാ? 90. അങ്ങനെയാണെങ്കിൽ എയുടെ വാല്യൂ എന്തായിരിക്കും? ഇൻറ്റു ചെയ്ത് 2 അപ്പുറത്ത് പോകുമ്പോൾ ഡിവൈഡ് ആകും അല്ലേ? 90/2 എത്രയാണ് നമുക്ക് കിട്ടുന്ന ആൻസർ? 45 ഡിഗ്രി. എത്ര ഡിഗ്രി ആണ്ടാ? 45 ഡിഗ്രി. ഇനി നമുക്കിവിടെ ആരെ കണ്ടുപിടിക്കണം? നമുക്കിവിടെ ബി കണ്ടുപിടിക്കണം. നമുക്ക് ഏതെങ്കിലും ഇക്വേഷനിൽ കൊടുക്കാം. ഞാൻ ഇവിടെ കൊടുക്കാൻ പോകുന്ന ഇക്വേഷൻ 2ൽ കൊടുക്കുകയാണേ. കാരണം ഒന്നാമത്തെ ഇക്വേഷൻ a - b ഒക്കെ അല്ലേ? നമുക്ക് എന്താണ് ഏറ്റവും കൂടുതൽ എളുപ്പം ഇവിടെ 2 ആണ്. ഞാൻ രണ്ടാമത്തെ ഇക്വേഷനിലേക്ക് കൊടുക്കുകയാണ്. അപ്പോൾ രണ്ടാമത്തെ ഇക്വേഷൻ എന്താണ്? a + b = 60 ആണ്. അതിൽ എയുടെ വാല്യൂ നമുക്കിപ്പോൾ എത്ര കിട്ടിക്കഴിഞ്ഞു? 45 എന്നും കിട്ടി. അപ്പോൾ 45 + b = 60. അങ്ങനെയാണെങ്കിൽ ബി എന്തായിരിക്കും? +45 അപ്പുറത്ത് പോകുമ്പോൾ എന്താ ഇവിടെ? മൈനസ് അല്ലേ? അപ്പോൾ 60 - 45 എത്ര കിട്ടും ആൻസർ? 15. അപ്പോൾ എന്താണ് ഇവിടെ നമുക്ക് എയുടെ വാല്യൂ എന്താണ്? എയുടെ വാല്യൂ 45ഉം ബിയുടെ വാല്യൂ എന്ത് കിട്ടും? 15ഉം എന്നുള്ള ആ ഒരു എന്താണ് ആൻസർ നമുക്ക് കിട്ടും. ഓക്കെ.
അപ്പോൾ ഇന്നത്തെ ഒരു ക്ലാസ് ഇവിടെ കൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾ പ്രീവിയസ് വീഡിയോസ് എന്ത് ചെയ്യുക, നല്ല രീതിയിൽ വാച്ച് ചെയ്യുക. അതിനുശേഷം മാത്രം ഈ വീഡിയോസ് എന്ത് ചെയ്യുക, കാണാൻ ശ്രമിക്കുക. നമുക്ക് ഇനി അടുത്ത ക്ലാസ് ചെയ്യേണ്ടത് എക്സസൈസ് 8.2 ആണ്. ഇതിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് 8.2 വരുന്നത്. അപ്പോൾ നമുക്ക് അടുത്തൊരു ക്ലാസ്സിൽ മീറ്റ് ചെയ്യുന്നവരെ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഗുഡ് ബൈ.